ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർസ്കോച്ച് ഐസ്ക്രീമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മുടെ ഈ ഒരു കുഞ്ഞ് ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ബട്ടർസ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പ്രളയൻ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇതുപോലെ പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും. പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോഴേക്കും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഈ ടൈമിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ 1/4 കപ്പ് കാഷ്നട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിന് മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം ഒരുപാട് അങ്ങ് ബീറ്റാവേണ്ട ആവശ്യമില്ല. നമ്മൾ കേക്കിനുണ്ടാക്കുന്ന പോലെ ഒരുപാട് സ്റ്റിഫ് ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകമാകുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണിൽ താഴെ ബട്ടർസ്കോച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ലെമൺ യെല്ലോ കളറ് 2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർസ്കോച്ച് എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ പ്രളയന് ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇടികല്ലിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ഐസ്ക്രീം മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഐസ്ക്രീം മിക്സ് ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കാം. ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. ഇപ്പോൾ ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. കുറച്ച് പ്രളയം പീസസ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർസ്കോച്ച് ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.